ജിനും ഹായ് ഫ്രണ്ട്സ് കേട്ടിപ്പാ ചിന്നൊക്കെ ടെൻഷൻ ജിൻ പറഞ്ഞു അവിടുന്ന് പോയിരുന്നു. അത് കേട്ട് ഒരു ഷോക്കായിരുന്നു. ജിൻ്റെ മമ്മി ജിൻ്റെ ഡാഡി മുറക്കായിരുന്നു. സോറി ഡി, എനിക്ക് എന്നറിയില്ല, എൻ്റെ ഫ്രണ്ട് നല്ല കുട്ടി എന്നെ പറഞ്ഞു, ഞാൻ സമ്മതിച്ചതാ എന്ന് പറയാന്. ശരി, ഇതെല്ലാം അറിഞ്ഞല്ലേ എങ്ങനെയായിട്ട്. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞ് ജിന്നു കൂടെ സംസാരിക്കുകയായിരുന്നു. ജിന്നു ഇവൾക്ക് വെച്ചിട്ടുണ്ട്. ആ പെണ്ണ് പറയുന്നു, സോറി ജിൻ, ഞാൻ ലണ്ടനിലേക്ക് പോകുന്നു എന്നെ പറഞ്ഞു. ബേബിനെ പറ്റിയാൽ പിന്നെ ഇവളുടെ ബേബി എന്ന് പറഞ്ഞ് ഇവനെ പറ്റിക്കാം എൻ്റെ പ്ലാനിൽ അവളവിടുന്ന് ബേബിനെ എടുത്തുകൊണ്ട് ബേബി പ്രസവം അങ്ങനെ ഡൽഹിയിൽ പോയിട്ട് കുട്ടി ജനിക്കുക എന്നെ പറഞ്ഞു. അവൾ പ്ലാനാക്കി ഡൽഹിക്ക് പോയിരുന്നു. അല്ല, ഡൽഹിയല്ല, ലണ്ടനിക്ക് പോയിരുന്നു അവൾ. ജിന്നുക്ക് സമാധാനമായിരുന്നു. ഷുഗറിൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞ ഒരുപാട് ചീറ്റ് ചെയ്യായിരുന്നു. ഷുഗറിൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞ ഷുഗർ പോയായിരുന്നു. നോക്കുമ്പോൾ ഷുഗറിൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞ് ഭയങ്കര ചീറ്റായിരുന്നു. ഷുഗർ നോക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് പറഞ്ഞ ഷുഗറിൻ്റെ ഗേൾ ഫ്രണ്ടൊക്കെ പറഞ്ഞ അങ്ങനെ ക്ലബ് ഡാൻസ് കളിക്കായിരുന്നു. അവൾ ബോയ് ഫ്രണ്ട് കൂടെ ഡാൻസ് കളിക്കായിരുന്നു. അവൾക്കും ബോയ് ഫ്രണ്ടുണ്ട്. അവൾ കിസ് അടിക്കുക, ഡാൻസ് കളിക്കുക. ഷുഗർക്ക് ടെൻഷനായി. ഷുഗർ വന്നിട്ട് പലാങ്ങ ഒരു അടി കൊടുത്തു. ആ ക്ലബ്ബിൽ എല്ലാവരും തിരിഞ്ഞു നോക്കുക. ഷുഗറിനെ കണ്ട അവൾ ഷുഗർ എന്ന് പറയുന്നു, ബ്രേക്കപ്പ് എന്ന് പറയായിരുന്നു. സോറി ഡി, ആ ഷുഗർ പറയായിരുന്നു എന്താ എനിക്ക് അന്നും അറിയില്ലായിരുന്നു. പോയ ഷുഗർ നിറയെ വീഡിയോസ് ഷുഗർ ഹാക്ക് ചെയ്തു. ആ ക്ലബ്ബിൽ മൊത്തം വീഡിയോസ് അവൾ എന്തെല്ലാം ചെയ്യുന്ന ഫുൾ വീഡിയോസ് ഷുഗർ കിട്ടിയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ ഹാക്കർ മൊത്തം വീഡിയോസ് അവിടുന്ന് ഹാക്ക് ചെയ്ത് കാട്ടിയായിരുന്നു. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് ഷുഗർ അവിടുന്ന് വന്നത്. ഷുഗർ പറഞ്ഞു വീട്ടിൽ വന്ന് മമ്മിക്ക് വാക്ക് പറഞ്ഞു. ഷുഗർ മമ്മിയാണ് നോക്കിയത് പെണ്ണിനെ. നല്ല ഗേള് നല്ല മമ്മി പറഞ്ഞ ഇല്ലടാ, ഞാൻ നല്ല ഗേളെന്ന് നമ്പിപ്പോയിടാ. അതില്ലടാ, എന്നെ ഹെൽപ്പ് ചെയ്തൊരു നല്ല കുട്ടി പറഞ്ഞു. അതുമാത്രമല്ല, ഇവളെനിക്ക് അറിയുന്ന എൻ്റെ ഫ്രണ്ടൊന്നുണ്ട്. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അവരുടെ ഫ്രണ്ടുണ്ട്, അവരുടെ കുട്ടിയാണ്. ഷുഗർക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ആ പെണ്ണിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ജെ ഹോപ്പിൻ്റെ വൈഫ് പറഞ്ഞ ജിമ്മിലാണ് ഉള്ളത്. ജിമ്മല്ല, ജിമ്മിലിരുന്നിട്ട് അവർ ബോയ് ഫ്രണ്ട് കൂടെ ഇങ്ങനെ ക്ലോസ് ആയി. പിന്നെ റൂമൊക്കെ പോയി. ജിം പറഞ്ഞ ബോയ് ഫ്രണ്ട് ജിമ്മാണ്. അങ്ങനെ പോയിട്ട് റൊമാൻസ് ചെയ്ത് തുടങ്ങി. ഇത് കണ്ട ഷോക്കാണ് ജേഹബ് വന്ന് നോക്കുമ്പോൾ അവൾ ഇതെല്ലാം റൊമാൻസ് ചെയ്യുന്നു. ജേഹബിൻ്റെ കാര്യം പറഞ്ഞു. ജേഹബ് ഫുൾ സൗണ്ട് കേട്ട് ജേഹബ് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അവർ എന്താ സംസാരിക്കുന്നത്. റൂമിൽ പോകുമ്പോൾ അവർക്ക് ജേഹബ് കണ്ടായിരുന്നു. ബേബി എന്ന് പറയുന്നത് കേട്ടതിന് എല്ലാം വീഡിയോ എടുത്തായിരുന്നു. ജേഹബ് കണ്ണിച്ച് ഇതെല്ലാം വീഡിയോ കാണാം എന്ന് പറഞ്ഞ് ജേഹബ് വരുന്ന ഒരു ക്യാമറ വീഡിയോ ചെയ്ത് ജേഹബ് കൂടെ ഒരാളുണ്ടായിരുന്നു. അവരോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അവർ ചന്ത വീഡിയോ ചെയ്ത് വെച്ച് ഇവനും കുറച്ച് ഫേമസ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞത് അതെ അവളെ ബോയ് ഫ്രണ്ട് പറഞ്ഞ അതെ ജേഹബിൻ്റെ എന്ന് പറഞ്ഞ ഗേൾ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ ഒരു ബിസിനസ് മാൻ. അത് അവനക്ക് ഓൾറെഡി മാരേജ് ആയിരുന്നു. ഇവൻ മേലെ കുറേ ഇതുണ്ടോ, അതുകൊണ്ട് ഇവൻ്റെ വീഡിയോ റിലീസ് ചെയ്ത് നല്ല ഇതുണ്ടാവും എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ ശരി സൂപ്പർ സാർ, ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്യട്ടെ സാർ, ഇവന് മേലെ നിറയെ പ്രശ്നമുണ്ട് സാർ പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ആ വീഡിയോസ് അവർ അടുത്തോട്ട് പോയി റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അവർ പോയായിരുന്നു. ജേഹബ് പിന്നെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ജേഹബ് വന്ന് നോക്കുക, കൈ കെട്ടി നോക്കുമായിരുന്നു. അതൊന്നുമില്ല, എല്ലാ അകത്തുള്ളത് മൊത്തം കാര്യം അടഞ്ഞു എന്ന് പറഞ്ഞ് അവന് ജേഹബ് പോയായിരുന്നു. അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജേഹബിന് കയറ്റാൻ തുടങ്ങിയായിരുന്നു. ജേഹബ് പലാന ഒരടി വെച്ച് ബോയ് മൂഡ് എന്ന് പറഞ്ഞ് ജേഹബ് പോയായിരുന്നു. ആറമ്മിനെ നോക്കാം. ആറമ്മിൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞ ഒരു ടീച്ചറാണ്. ഗേൾ ഫ്രണ്ട് പറഞ്ഞ സുഖാക്ക് പറഞ്ഞതല്ല, ജേഹബിൻ്റെ വൈഫ് പറഞ്ഞ ഒരിതാണ് പറഞ്ഞ ജേഹബ് മമ്മി നോക്കിയതാണ്. ഇപ്പം ആറമ്മിൻ്റെ നമുക്ക് നോക്കാം. ആറമ്മിൻ്റെ പറഞ്ഞ മമ്മീൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രണ്ട് ഇത് പറഞ്ഞ് ആറമ്മ നോക്കുമ്പോൾ അവൾ ഒരു പ്രൊഫസർ. അങ്ങനെ വന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾ അവിടെ കോളേജിൽ ആരുമില്ല. കുറച്ച് ഡൗട്ട് വരായിരുന്നു. ശരി വല്ല ബ്രേക്കപ്പ് ചെയ്യാൻ വന്നത് വന്നത് ആറമ്മക്ക് ഇഷ്ടമില്ലാതെ വന്നതാ. പ്രിൻസിപ്പൽ റൂമൊക്കെ പോകുന്ന കണ്ടായിരുന്നു. ഫോളോ ചെയ്തിട്ട് പോയായിരുന്നു. അവൾ ഭയങ്കര മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഓവർ ചെയ്ത് വരും. കുറച്ച് ഡൗട്ട് വന്നു. ശരി വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞ് ആറം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ ഒരാളുണ്ടായിരുന്നു. മാനേജർ, നീ വീഡിയോ ചെയ്യും. ശരി സാർ വീഡിയോ ചെയ്യാം. മാനേജർക്ക് കുറച്ച് ഡൗട്ട്, സാർ ഞാൻ വീഡിയോ ചെയ്യാം സാർ എന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ. അപ്പോൾ പ്രിൻസിപ്പൽ കൂടെ ഒക്കെ ഉണ്ട്. മൊത്തം ആ പ്രിൻസിപ്പൽ കോളുടെ മാരേജ് ആയിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും പോയി കഴിച്ചു. ശരി ഇത് അങ്ങനെയായിട്ട് അവരുടെ വൈഫിക്ക് പാസ്റ്റൽ അയച്ചായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു. ഇത് കേട്ട് മമ്മി ശരിടാ വേണ്ട, എല്ലാം വീട്ടിൽ മമ്മിക്ക് ഷോക്കായിരുന്നു. ശരിടാ എന്നെ പറഞ്ഞ ഒരു ദിവസം അത് വേണ്ട പറഞ്ഞു. അവളെ മമ്മിക്ക് ടെൻഷനായിരുന്നു. ആ പെണ്ണ് അങ്ങനെയായിട്ട് ആ വീട്ടിൽ അവൾ പ്രിൻസിപ്പൽ കൂടെ ജോലി ഇട്ടിട്ടുണ്ട്. വീട്ടിൽ വന്ന് പലാന്ന് ഒരടി വെച്ച് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സമ്മതം നോക്കിയത് ഈ ക്ലബ് ഇങ്ങനെയായിട്ട് പ്രിൻസിപ്പലിൻ്റെ കൂടെ ഡേറ്റ് ചെയ്തത് അറിയുന്നത് പറഞ്ഞേക്കടി. അവൾക്ക് മാരേജ് ആയിരുന്നു, വൈഫുണ്ട്. ഇല്ല മോം
എനിക്ക് പ്രിൻസിപ്പൽ കൂടെ ഉണ്ടാവണം, ആ കോളേജ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞ് പോയായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ പെണ്ണിൻ്റെ പേര് മീനു എന്ന് പറയായിരുന്നു. അവൾ പോയായിരുന്നു. ആ അങ്ങനെയായിട്ട് ബ്രേക്കപ്പ് ആയിരുന്നു. ഇത് അവൾക്ക് അവൻ പോയെന്താകാ, എനിക്ക് ഇവനുണ്ട് എന്നാ പറഞ്ഞു. അവൾ കണ്ടു കഥ ഇരുന്നായിരുന്നു. നമ്മൾ ജിമ്മിനെ നോക്കാമായിരുന്നു. ജിമ്മിൻ്റെ പാർട്ട്ണർ പറഞ്ഞ ഭയങ്കര ഡ്രിങ്ക്സ് ചെയ്യാൻ ക്ലബ്ബിൽ കോൾ ബോയ് കൂടെ എൻജോയ് ചെയ്യുക. ഇത് ഫുൾ ജിമ്മിൻ ഇതാക്കിയായിരുന്നു. അവൾ ഡ്രിങ്ക്സ് ചെയ്ത് വന്ന് ജിമ്മിനെ കാണാൻ വന്ന് ജിമ്മിന് വീഡിയോ കാട്ടിയായിരുന്നു. പലാനൊരിട്ട് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞായിരുന്നു. അവൾ കുടിക്കുന്ന മുമ്പ് മൊത്തം കാര്യം പറയുന്നു. പിന്നെ കുടിച്ചിട്ട് അവർ കൂടെ ഇരുന്നത് എല്ലാവരും ജിമ്മിനൊക്കെ പറഞ്ഞു. ജിമ്മിനൊക്കെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ അവിടുന്ന് പോയായിരുന്നു. വീൻ്റെ വീക്ക് പറഞ്ഞ ഇങ്ങനെ ഒരു മാരേജ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. എന്നാൽ ജിമ്മിൻ പറയായിരുന്നു ഇങ്ങനെ ഇതാ വീക്ക് വീക്ക് ഷോക്കായിരുന്നു. അതെ പറയായിരുന്നു, എടാ നിൻ്റെ ഗേൾ ഫ്രണ്ട് ഞാൻ കണ്ടിട്ട് ഫോളോ ചെയ്ത് പോയടാ, അപ്പം എനിക്ക് അറിഞ്ഞതാ എന്നാൽ ജിമ്മിന് പറയായിരുന്നു. അതുകൊണ്ട് ജിമ്മിന് വീക്ക് ഷോക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ആ ക്ലബിൽ എന്ന് അവൾ എന്നാൽ ആ വീഡിയോ അത് കാട്ടിയായിരുന്നു. ഞാൻ എൻ്റെ കൂടെ പിന്നെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ മാനേജർ പറഞ്ഞു. എനിക്ക് ഡൗട്ട് വരുന്നതിന് മാനേജർ പോയത് ഏതാ എനിക്ക് കാട്ടിയത് വീൻ്റെ ഗേൾ ഫ്രണ്ട് സാറിന് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ കാട്ടിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞിക്കടാ എന്ന് പറഞ്ഞ് ശരി ബ്രേക്കപ്പ് ചെയ്തത്. ജങ്കുക്കിന് ഗേൾ ഫ്രണ്ട് പറഞ്ഞ് ജങ്കുക്ക് ജിമ്മുണ്ടായിരുന്നു. ജിമ്മുക്ക് വന്ന് നോക്കുമ്പോൾ അവൾ ഒരു മോർണിംഗ് സൗണ്ട് കേൾക്കുമായിരുന്നു. ജങ്കുക്ക് ഷോക്കായിരുന്നു. എന്താച്ചി അങ്ങനെ എല്ലാം ഇതാക്കായിരുന്നു. ജങ്കുക്ക് വന്ന് പോലീസെല്ലാം വന്നായിരുന്നു. വെളിയിൽ വന്ന് അവൾ നടന്നിടുമ്പോൾ പോലീസ് വന്ന് അവളെ പിടിച്ചോണ്ട് പോയായിരുന്നു. അങ്ങനെ അവൾ ഷോക്കായിരുന്നു. എന്താ പറഞ്ഞത് അവൾക്ക് ഇങ്ങനെ നിറയെ ജങ്കുക്കിൻ്റെ പണത്തിനല്ലേ കട്ടിന്. അതുകൊണ്ട് ജങ്കുക്ക് അവളെ കേസ് കൊടുത്തായിരുന്നു. ജങ്കുക്ക് ബേബിയെ നിനക്ക് ഇതാക്കിയായിരുന്നു. ജങ്കുക്ക് പറയുന്നു നിറയെ വീഡിയോസ് എല്ലാം കാട്ടിയ പിന്നെ അവൾക്ക് ഷോക്കായിരുന്നു. ബ്രേക്കപ്പ് എന്ന് പറയുന്നു. എല്ലാവർക്കും ടെൻഷനായിരുന്നു. ഇപ്പം എന്താടാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് വിഷമിട്ടുണ്ടായിരുന്നു. ശരിടാ നമുക്ക് ഇന്ത്യക്ക് പോവാം എന്ന് പറയുന്നു. 7 വരെ ഇന്ത്യക്ക് പോകുമെന്ന് പറയുന്നു. അവരുടെ മമ്മിക്ക് ശരിടാ ഇവർ ശരിയാവില്ല എന്ന് പറഞ്ഞ് മമ്മി ഡാഡി ഞാനും കൂടെ വരുന്നത് പറഞ്ഞ് അവർ വീഡിയോസ് മമ്മി ഡാഡി എല്ലാ ഫാമിലി ഇന്ത്യക്ക് വന്നത്. അതേ പറഞ്ഞ് ഹീറോയ്ക്ക് ഒരു ഉണ്ട്, ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസ് അവർ ബുക്ക് ചെയ്തെന്ന്. ആ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു പറഞ്ഞാൽ അതൊരു വീട് മാതിരിയായിരുന്നു.